അല്ല, അനുപമയുള്ളപ്പോഴും വിഷുവിനും ഓണത്തിനും ഇന്ദ്രൻ അമ്മയോടൊപ്പം ഉണ്ടാവാറില്ല. അവർക്ക് ആഘോഷം പഞ്ചരത്നത്തിലല്ലേ. ഇത്തവണ ശരിക്കും പെട്ടത് പാവ ഇന്ദ്രന്. പേടാൻ എന്തിരിക്കുന്നു? അമ്മയ്ക്കും മോനും കൂടി വീട്ടിൽ വെച്ച് വിഷു ആഘോഷിച്ചുകൂടെ? അവര് മാത്രം എങ്ങനെയാ കുഞ്ഞമ്മേ? എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുമ്പോഴല്ലേ അതിന്റെ ഒരു സുഖം. ഞാൻ ആലോചിക്കുന്നതേ, നമുക്ക് അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചാലോ എന്നാ. രവിയേട്ടൻ വന്നാലേ ഞാനൊന്ന് മുട്ടി നോക്കും. കുഞ്ഞമ്മ എന്നെ സപ്പോർട്ട് ചെയ്യോ? ഹർഷേ, രണ്ടാളും നല്ല വർത്താനത്തിലാണല്ലോ. ഞാൻ കുറച്ച് പർച്ചേസൊക്കെ അങ്ങ് നടത്തി. ഇതെന്തൊക്കെയാ രവിയേട്ടാ? നാളെ വിഷു അല്ലേ ഹർഷേ? അപ്പൊ രാത്രി പടക്കം പൊട്ടിക്കണ്ടേ? നാളെ ഉടുക്കാൻ വിഷുക്കോടി വേണ്ടേ? കണി ഒരുക്കണ്ടേ? എല്ലാം വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞമ്മ ഒരു കാര്യം ചെയ്യേ, ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചേക്ക്. എല്ലാം അങ്ങോട്ട് വെച്ചേക്ക്. പിന്നെ ഇത് വിഷുക്കോടിയാ. കുഞ്ഞമ്മയ്ക്കുള്ളത് നാളെ തരാം. അതല്ലേ ഈ വിഷു കുഞ്ഞമ്മയ്ക്കും കൂടി ഉള്ളതാണല്ലേ? എല്ലാം റെഡിയായോ? കുഞ്ഞമ്മയുടെ ഒരുക്കങ്ങൾ കാണുമ്പോ നാളത്തെ സദ്യ ഗംഭീരാവുന്ന ലക്ഷണമുണ്ട്. അതെ, ഈ വിഷു എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള വിഷു ആയിരിക്കും. എന്നാ ചിലരുടെ കാര്യം ഓർക്കുമ്പോ ഒരു വിഷമമുണ്ട്. അതിന് ആരുടെ കാര്യം ഓർത്തിട്ടാ നിനക്ക് ഇത്ര വിഷമം? സുശീലാന്റിയുടെ ഒരു അവസ്ഥയെ. മക്കളും മരുമക്കളും ഒക്കെയുണ്ട്. പക്ഷേ നാളെ ആ വീട്ടില് സുശീലാന്റി ഇന്ദ്രനെ മാത്രമേ കാണൂ. ഓ, ഇന്ദ്രന് ഇപ്പൊ പഞ്ചരത്നത്തിൽ പോകാൻ പറ്റില്ലല്ലോ. നീ വിഷമിക്കണ്ട ഹർഷേ, നമുക്ക് വേണമെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കാം. രവിയേട്ടൻ അവരെ വിളിക്കുവോ? ഞാൻ വിളിച്ചാ അവര് വരുമെങ്കിൽ ഞാൻ വിളിക്കാം. അതെ കുഞ്ഞമ്മേ, ഒന്നിങ്ങ് വന്നേ. വാ. എന്താ സാറേ? എന്താ കുഞ്ഞമ്മയുടെ അഭിപ്രായം? നാളെ നമുക്ക് 2 ഗസ്റ്റിനെ കൂടി വിളിച്ചാലോ എന്നാ. 2 അല്ല 10 ഗസ്റ്റുകൾ വന്നാലും ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. നാളത്തെ വിഷുവേ ഹർഷമോളുടെയും ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാ. അതുകൊണ്ട് ഹർഷയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ വന്നോട്ടെ രവി സാറേ. നമുക്കിവിടെ അങ്ങ് അടിച്ചു പൊളിക്കാൻ. എന്താ, നമുക്ക് അടിച്ചു പൊളിച്ചേക്കാം. അയ്യോ, അടുക്കളയിലാണെങ്കിൽ ഒരുപാട് ജോലി ബാക്കി കിടക്കുക. ഞാൻ പോയിക്കോട്ടെ. ശരി, കുഞ്ഞമ്മ ചെല്ല്. നമസ്കാരം. നിങ്ങളുടെ രഘുവിനെ മാത്രമേ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളൂ. എന്നാ പിന്നെ ഞാൻ പരിചയപ്പെടുത്താം. ദാ, ഇത് ദാസ്, എന്റെ സഹോദരന്. നമസ്കാരം. ഓ, നമസ്കാരം. ലക്ഷ്മിയെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതു മുതൽ എന്റെ എല്ലാ പ്രതിസന്ധികളിലും എന്റെ കൂടെ നിന്നവനാ. അന്ന് അമ്മയും പാർവതിയും വന്നപ്പോ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ വിഷു പഞ്ചരത്നത്തിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. നന്നായി, എല്ലാരും ഒന്നിച്ച് കാണാൻ സഹായിച്ചല്ലോ. ശരിയാ. ഇത് വിനയൻ, ചീരുന്റെ ഹസ്ബൻഡാ. നന്നായി വരട്ടെ. ഞാൻ കല്യാശ്ശേരി തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പോഴേക്കും മുത്തശ്ശി കുഞ്ഞമ്മേ പോയായിരുന്നു. നല്ല ജോഡിയാ രണ്ടുപേരും. താങ്ക് യു. ഇത് ശബരി, ദയുടെ ഹസ്ബൻഡാ. അല്ല, ദയമോൾ എവിടെ? ചേച്ചി കുളിക്കുക, ഇപ്പൊ വരും. അല്ല അനന്തേട്ടാ, ഒരാള് മിസ്സിംഗ് ആണല്ലോ. അനുവിന്റെ ഹസ്ബൻഡ് വന്നില്ലേ?
ഇന്ദ്രൻ അവൻ പെട്ടെന്നൊരു ആവശ്യത്തിന് പുറത്തേക്കൊന്ന് പോയതാ. അവനിപ്പോ തന്നെ ഇങ്ങ് വരും. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം. മുത്തശ്ശി ഇങ്ങനെ നിർത്താതെ അകത്തോണ്ട് ഇരുത്ത മക്കളെ. വരൂ വരൂ. ആയിക്കോട്ടെ. മുത്തശ്ശി വാ കുഞ്ഞമ്മ. സൂക്ഷിച്ചിട്ടോ. ചെല്ലു ചെല്ലു. നമുക്ക് മതിയാക്കിയാലോ? വീട്ടിൽ പോണം. നാളെ വിഷുവല്ലേ, അമ്മ കാത്തിരിക്കും. കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്കിപ്പോഴും പഴയ വിഷുക്കാലം ഓർമ്മിക്കാൻ അതൊക്കെ വേണം. എന്നിട്ടിരുന്ന് കരയും ചെയ്യും. അമ്മയുടെ കൂടെ വിഷു ആഘോഷിക്കാൻ മദ്യം അടിച്ചിട്ടാണാ പോകുന്നേ? അതൊന്നും കുഴപ്പമില്ലെന്നേ. അമ്മയ്ക്കറിയാം ഞാൻ ഓണത്തിനും വിഷുവിനും മാത്രമേ മദ്യം കഴിക്കുള്ളൂ എന്ന്. ഡാ, നീ എന്താടാ ഒരുമാതിരി ദുഃഖാചരണ സ്റ്റൈലില്? നമുക്കൊന്നിച്ച് കൂടാന്ന് പറഞ്ഞ് നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ? ഞാൻ നിങ്ങൾ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുവായിരുന്നടാ. നീ വിഷുവിന് വീട്ടിലൊന്നും പോകുന്നില്ലേ? എന്തിന്? അച്ഛനും അമ്മയും ഉണ്ടെങ്കിലല്ലേ വിഷു ഉള്ളൂ. അല്ലെങ്കിൽ ഭാര്യയും പിള്ളേരും വേണം. നമുക്കിത് രണ്ടുമില്ല. ചേട്ടനും കുടുംബവും വിഷു ആഘോഷിക്കുന്നിടത്ത് നമുക്കെന്ത് കാര്യം? എന്റെ ആഘോഷം ഇതൊക്കെ തന്നെ. നീ ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞതൊക്കെ എനിക്കുണ്ട്. അച്ഛൻ, അമ്മ, സഹോദരി എല്ലാരും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത്തവണ വിഷു ഇല്ല. അതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്കറിയാലോ. ഇത്തവണ ഞങ്ങളുടെ കുടുംബം ഏറ്റവും സന്തോഷത്തോടുകൂടി വിഷു ആഘോഷിക്കേണ്ടതായിരുന്നു. പക്ഷേ എവിടെയോ എന്തൊക്കെയോ പിഴച്ചു പോയടാ. ഇതിനൊക്കെ കാരണം എന്താന്ന് ചോദിച്ചാ ഉത്തരവില്ല. ഉത്തരവുണ്ട്. ഡോക്ടർ രാഹുൽ, അവനല്ലേ നിന്റെ സഹോദരിയെ ചീറ്റ് ചെയ്തത്. അവനെ നമുക്ക് പോയെന്ന് കണ്ടാലോ? എന്തിനാടാ വിഷുവിന്റെ പടക്കം അവന്റെ മുഖത്ത് പൊട്ടിക്കാനോ? വെറും പടക്കമാക്കണ്ട, നല്ല ഗുണ്ട് തന്നെ അവന്റെ മണ്ടക്കിട്ട് പൊട്ടിക്കാം. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഏയ്, അല്ലെങ്കിലേ അവൻ പുകഞ്ഞിരിക്കുക. അതിന്റെ കൂടെ തീ ഊതി കത്തിക്കാൻ കൂടി നോക്കണോ? അവനെ ആ രാഹുലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. അവനെ നിർബന്ധിച്ച് ഇന്ദുവിന്റെ കഴുത്തിലെ താലി കെട്ടിച്ചു എന്നൊരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അതുപോട്ടെ, ആ അധ്യായമൊക്കെ തീർന്നു. ഇപ്പോഴത്തെ പ്രശ്നം അവരാ.